ശ്രീ വി വി രാജേഷ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു പിടിവള്ളിയാണ് ബംഗാളിലെ സഹകരണ ബാങ്കുകൾക്കെതിരായ CPM-ന്റെ നിലപാട്. PB അംഗം മുഹമ്മദ് സലീം തന്നെ ഇക്കാര്യം അരുൺ ജെയ്റ്റ്ലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ സഹകരണ ബാങ്കുകളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതെ, അതിന് CPM-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മറുപടിയാണ് ഉച്ചയ്ക്ക് പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ MV ജയരാജനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം വളരെ വൈകാരികമായി സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഓർക്കണമായിരുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ നോട്ടച്ചടിക്കുന്നതെന്നും ഇവിടുത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരമാധികാര ബോഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നും ആദായ നികുതി വകുപ്പ് എന്നൊരു വകുപ്പ് ഇവിടെ ഉണ്ടെന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് വരുമ്പോഴേക്കും നിയമവിധേയമായി പ്രവർത്തിക്കണം എന്നാഗ്രഹമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കണമെന്നും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് താങ്കൾ പറഞ്ഞ അപകടവും സംഭവിക്കില്ലായിരുന്നു. ഈ സഹകാരികളെ ഈ അബദ്ധത്തിലേക്ക് തള്ളിവിടില്ല. ഇവിടെ സഹകരണ ബാങ്കുകളിൽ പ്രാദേശികമായി നിങ്ങളുടെ നേതാക്കന്മാർക്കുള്ള ബന്ധം വെച്ചുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ, റിട്ടയർ ആവുന്ന ആൾക്കാരുടെ പണം പാവപ്പെട്ടവർ ഈ ഉറുമ്പ് അരിമണി കൂട്ടി വയ്ക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ചിരുന്ന പണമൊക്കെ തന്നെ ഈ ഇടത് വലത് മുന്നണി, ഞങ്ങൾക്കും കുറേ സഹകരണ ബാങ്കുകളുണ്ട്, ഇടത് വലത് മുന്നണികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്തുള്ള സഹകരണ ബാങ്കുകളിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം യാതൊരു നോംസും കംപ്ലൈ ചെയ്യാതെ നേരത്തെ AC മൊയ്തീൻ മന്ത്രി പറഞ്ഞതുപോലെ മുക്കുവണ്ടം വാങ്ങി വെച്ചുകൊണ്ട് സ്വർണ്ണപ്പണയം എന്ന് പറഞ്ഞുകൊണ്ട് പണം കൊടുത്ത് ഈ അവസ്ഥയിൽ കൊണ്ടാക്കിയത് നിങ്ങളാണ്. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്നത് നിങ്ങളാണ്. അതിനുശേഷം പരിശോധനയ്ക്ക് വന്നപ്പോഴേക്കും അവരുടെ മേക്കിട്ട് ഗുണ്ടായുസം കാണിക്കാൻ നോക്കി. CPM-നൊരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ കൈക്കരുത്തുണ്ട്, മെയ്ക്കരുത്തുണ്ട്, ഞങ്ങൾ മാറി മാറി ഭരണത്തിൽ വരും, അതുകൊണ്ട് റിസർവ് ബാങ്കിൽ ഇനി ആര് പറഞ്ഞാലും ആ നിയമങ്ങളൊന്നും തന്നെ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ന്യൂ ജനറേഷൻ ബാങ്ക്. അതേസമയം തന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ ശ്രീ AC മൊയ്തീൻ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ UDF-ന് സ്വാധീനമുള്ള സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ പേരിൽ മറ്റൊരു സംഘത്തെ അയക്കുകയും ചെയ്തു. ജില്ലാ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരല്ല, മറ്റൊരു സംഘം എന്ന് പറയുമ്പോഴേക്കും കേരള ഗവൺമെന്റ് തീരുമാനിച്ച ഒരു സംഘത്തെ UDF-ന് മേൽക്കൈയുള്ള 13 ജില്ലാ സഹകരണ ബാങ്കിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പൊട്ടന്മാരൊന്നുമല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. മറ്റൊന്ന്, താങ്കൾ ചോദിച്ചൊരു ചോദ്യം, പശ്ചിമ ബംഗാളിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ സഹകരണ ബാങ്കുകൾ കള്ളപ്പണം നിക്ഷേപം ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മുൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ G സുധാകരനുമായി ചേർന്നുകൊണ്ട് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു ജില്ലാ സഹകരണ ബാങ്കുകളിലും ഇങ്ങനെയുള്ള കള്ളപ്പണം ഉണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ മറ്റൊന്ന് നമ്മൾ ചർച്ച തുടങ്ങി വെച്ചത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ LDF-മായി ചേർന്നുകൊണ്ട് സമരം ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. മഞ്ജുഷ, ഞാൻ പറയുമ്പോൾ ഒരു പരിധി കടന്ന് പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. യാതൊരു സംശയവും വേണ്ട. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗ് LDF-നോടൊപ്പം നിന്ന് മത്സരിച്ചാൽ അതിശയിക്കേണ്ട സാഹചര്യമില്ല. ഒന്ന്, മാറാട് കേസിൽ ഹൈക്കോടതിയുടെ വിധി പ്രകാരം CBI അന്വേഷണം വരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ MV ജയരാജൻ്റെ പാർട്ടിയുടെ തന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന A സുരേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നു, VS കേരളം ഭരിക്കുമ്പോൾ 2 കണ്ടെയ്നറിൽ കള്ളനോട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്നത്തെ ഇൻ്റലിജൻസ് ADGP ആയിരുന്ന ജേക്കബ് പുന്നൂസിൻ്റെ റിപ്പോർട്ടിൽ കേരളത്തിൽ കള്ളനോട്ട് വന്നതായിട്ടുള്ള പരാമർശമുണ്ട്. ആ നോട്ട് എങ്ങോട്ട് പോയി? ആ നോട്ട് കേരളത്തിൽ വ്യാപരിക്കുമ്പോൾ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി മറിയോട് വരണം. ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് ആ അന്വേഷണം നീണ്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹകരണം വേണം. മാറാട് കേസിൽ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹകരണം വേണം. ജില്ലാ ബാങ്കിൽ പരിശോധനയ്ക്ക് വരുന്നവർ, അതായത് ഈ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഈ 10 അംഗ സംഘം അന്വേഷണത്തിന് വരുന്നവർ വെടിവെച്ച് കൊല്ലാനെത്തുന്ന ദൗത്യ സംഘം എന്നാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് സമയത്ത് സംസാരിക്കവേ മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഈ കഴിഞ്ഞ 8-ാം തീയതി നിയമസഭയിൽ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗാണ് ഉടനെ തന്നെ നിലപാട് മാറ്റി ഇപ്പോൾ സംയുക്ത സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് VM സുധീറിനെയും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതാണ് ശ്രീ VV രാജേഷ് ഉന്നയിക്കുന്ന ഈ ആരോപണം. രാജേഷിൻ്റെ ഒരു രാഷ്ട്രീയ തമാശ. LDF-ഉം ലീഗും വിയോജിക്കുമെന്ന് പറയുന്നത് ഏതാണ്ട് കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. BJP-യിൽ നിന്ന് നന്മ കിട്ടുമെങ്കിൽ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാനിപ്പോൾ BJP ഭരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചില ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത്. മധൂർ സർവീസ് സഹകരണ ബാങ്ക്, മംഗൽവാടി സർവീസ് സഹകരണ ബാങ്ക്, എടനാട് കണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങി 9 സർവീസ് സഹകരണ ബാങ്ക് ശ്രീ രാജേഷിൻ്റെ പാർട്ടി കാസർഗോഡ് ജില്ലയിൽ മാത്രം ഭരിക്കുന്നുണ്ട്. അവിടെ കള്ളപ്പണമാണോ?
ഇവിടെ റിസർവ് ബാങ്കിൻ്റെ മാർഗരേഖ അനുസരിച്ച് KYC റൂൾ അനുസരിച്ച് നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഐഡൻറ്റിറ്റി കാർഡും ഫോട്ടോ സഹിതമുള്ള രേഖകളും വാങ്ങിവെക്കുന്നതാണ് സഹകരണ ബാങ്കുകൾ. പണ്ടത്തെ കാര്യമാണ് രാജേഷ് മധൂർ SC ബാങ്ക്, മധൂർ സർവീസ് സഹകരണ ബാങ്ക്. കതിരൂരിൽ ഫോളോ ചെയ്യുന്നു, മധൂറിൽ ഫോളോ ചെയ്യുന്നില്ല, കുമ്പടാജ ഫോളോ ചെയ്യുന്നില്ല, ബേളൂർ ഫോളോ ചെയ്യുന്നില്ല, കുട്ട്ല ഫോളോ ചെയ്യുന്നില്ല, കളനാട് ഫോളോ ചെയ്യുന്നില്ല, കതിരൂർ ഫോളോ ചെയ്യുന്നു, ചെമ്മനാട് ഫോളോ ചെയ്യുന്നില്ല, കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് 3 BJP-കാർ ഭരണസമിതികളുണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം ഈ കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് അവിടെയുള്ളത്. ഞാനിവിടെ പറഞ്ഞല്ലോ, എരുവേച്ചി സർവീസ് സഹകരണ ബാങ്കിൽ മാതൃഭൂമി ജീവനക്കാരൻ്റെ ഭാര്യൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച പണം അത് കള്ളപ്പണാണോ? അല്ലല്ലോ. ഇനി ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾ അന്വേഷണം നടത്തുന്നതിന് ആരും എതിർക്കുന്നില്ല. ആ ബാങ്കിൽ എവിടെയെങ്കിലും കള്ളപ്പണം ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോ, അവരുടെ പേരിൽ നികുതി ഈടാക്കിക്കോ. IT നിയമം അനുസരിച്ച് 133 to 137 അത് പ്രകാരം ഏതെങ്കിലും ഒരാളുടെ വരുമാനം അതിൽ IT നിയമമനുസരിച്ച് ആദായ നികുതി അടക്കേണ്ടതാണെങ്കിൽ അത് വാങ്ങാനുള്ള ഞങ്ങൾ അതിനൊന്നും എതിരല്ല. ഇനി മറ്റൊന്ന് കൊടുക്കേണ്ടത് വരുമാനം സംബന്ധിച്ച് കേൾക്ക്, വരുമാനം സംബന്ധിച്ച് വിവരം കൊടുക്കേണ്ടത് ബാങ്ക് അല്ല, തെറ്റിദ്ധാരണയാണ്. കേൾക്ക് നിയമം അനുസരിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്ക്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കണ്ണൂരിലെ ആദായ നികുതി ഓഫീസറെ സാധാരണനോട് ചോദിച്ചാൽ ആരൊക്കെ തന്നു എന്നുള്ളത് പറയും. ഞാൻ പറയുന്നത് കൊടുക്കാത്ത ബാങ്ക് ചെമ്മനാട് ബാങ്ക്, കളനാട് ബാങ്ക്, ഇതൊക്കെ BJP ഭരിക്കുന്നതാണ്. ഈ BJP ഭരിക്കുന്ന ബാങ്കിലാ കള്ളപ്പണം ഉള്ളത്. അതാണ് 91.5 ലക്ഷം. ആ മഹാരാഷ്ട്രയിലെ മന്ത്രി കാറിൽ കൊണ്ടുപോകുമ്പോൾ, മന്ത്രിന്റെ കാറ് കൊണ്ടുപോകുമ്പോഴാണ് BJP മന്ത്രിനെ എടുക്കുന്ന കള്ളപ്പണം പിടിച്ച് 500 കോടി BJP-യുടെ മുൻ മന്ത്രിയാണ് അവിടെ സൂക്ഷിച്ചത്. അതുകൊണ്ട് കള്ളപ്പണം BJP-കാരുടെ കയ്യിലാണ്, അത് വ്യക്തമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി 40 കോടി ബിർളേൻ എടുക്കുന്ന വാങ്ങിയ, 65 കോടി സഹാറ ഗ്രൂപ്പിന് എടുക്കുന്ന വാങ്ങിയ. ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി കള്ളപ്പണം നിങ്ങളെ കയ്യിലുള്ള കള്ളപ്പണം എന്നിട്ട് 2 കാലിലുള്ള മന്ത് പൂഴിയിൽ പൂഴ്ത്തി വെച്ച് മറ്റുള്ളവരുടെ മേൽ ആക്ഷേപിക്കുകയാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ സഹകരണ പ്രസ്ഥാനം മുഴുവൻ കള്ളപ്പണക്കാരുടെ കേന്ദ്രമാണെന്ന് രാജേഷിനെ പോലുള്ള ഉത്തരവാദപ്പെട്ടവർ പറയരുത്. ആദ്യം മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് 91.5 ലക്ഷം കള്ളപ്പണം കണ്ടെത്തി. എന്ത് കച്ചവടം? പുറത്താക്കിട്ട് വാ. ഒരു സെക്കൻഡ്. ബംഗാളിലെ സഹകരണ ബാങ്കുകൾക്കെതിരായ CPM-ന്റെ നിലപാടുണ്ടല്ലോ, അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പായി മാറുന്നുണ്ടോ? അവിടുത്തെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ട് എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പറയുകയാണ്. അതേസമയം കേരളത്തിലെല്ലാം ശുദ്ധമാണ് എന്നും പറയുന്നു. ഈ ഇരട്ടത്താപ്പ് കൂടി കണ്ടുകൊണ്ടല്ലേ ഇപ്പോൾ കോൺഗ്രസ് യോജിച്ചുള്ള ഒരു സമരത്തിന് ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ചെമ്മനാട് സർവീസ് സഹകരണ ബാങ്കിൽ കള്ളപ്പണമുണ്ട്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ കള്ളപ്പണമുണ്ട്. ആ കള്ളപ്പണം ചെമ്മനാട് കണ്ടെത്തുന്നത് ഇവിടെയും കണ്ടെത്തണം. ഈ വിഷയത്തിൽ ബംഗാളിലെ സഹകരണ ബാങ്കുകൾക്കെതിരായി CPM-ന്റെ നിലപാട് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിൽ സമരം ചെയ്യുന്ന ഈ സമയത്ത് തന്നെയാണ് ബംഗാളിൽ സഹകരണ ബാങ്കുകൾക്കെതിരായി CPM-ന്റെ നിലപാട് വന്നിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രിയെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ നേരിട്ട് കണ്ട് ഈ നിലപാട് അറിയിക്കുകയും അവിടുത്തെ സഹകരണ ബാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇത് തിരിച്ചടിയാകുന്നില്ലേ CPM-ന്? ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി ഈ നയങ്ങൾക്കെതിരെ ഏറ്റവും ഓപ്പണായി വന്നിട്ടുള്ളത് ഒന്ന് അരവിന്ദ് കെജ്രിവാളും മറ്റത് തൃണമൂൽ കോൺഗ്രസുമാണ്. അതിനനുസരിച്ച് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ വരുന്നില്ല. അതിന് ഈ ബംഗാളിലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതുണ്ടെങ്കിൽ പിടിച്ചോട്ടെ. കേരളത്തിലുണ്ടെങ്കിലും പിടിക്കണം, മഹാരാഷ്ട്രയിലുണ്ടെങ്കിലും പിടിക്കണം, ആര് കള്ളപ്പണം നടത്താണെങ്കിലും പിടിക്കണം. പക്ഷെ അത് വെച്ച് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഗുജറാത്തിലുണ്ടെങ്കിലും കണ്ണൂരിലും പിടിക്കണം, കാസർഗോഡും പിടിക്കണം, കണ്ണൂരും പിടിക്കണം, ഗുജറാത്തും പിടിക്കണം, മഹാരാഷ്ട്രയും പിടിക്കണം, എല്ലാം പിടിക്കണം. ഇപ്പൊ ഗുജറാത്തിൽ ഗുജറാത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗുജറാത്തിൽ കണ്ടുപിടിക്കും. മഞ്ജുഷേ,
നിയമം മഞ്ജുഷേ, ഗുജറാത്തിൽ പറഞ്ഞോളൂ, നടപ്പിലാക്കിയല്ലേ? താങ്കൾ പറഞ്ഞോളൂ. അല്ല മഞ്ജുഷേ, ഇത്തരം ഒരു മിനിറ്റ് പറയട്ടെ. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന നയത്തെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാളെ ചരിത്രം മാപ്പ് പറയിലും. ചരിത്രത്തോട് ഈ രാഷ്ട്രീയ കക്ഷികൾ മാപ്പ് പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും ക്രൂരമായ അവസ്ഥയിലാണ് ഇന്ത്യ. തെരുവിൽ നേരത്തെ സാഹു ജയരാജനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ പറഞ്ഞതിനാണ് യോജിക്കുന്നു. തെരുവിലാണ് മനുഷ്യർ. ഇത്തരം മറ്റന്വേഷണം നടക്കട്ടെ, ബംഗാളിൽ അന്വേഷിക്കട്ടെ, ഇതൊന്നുമല്ല വിഷയം. ഇപ്പോഴുള്ള വിഷയം സഹകരണ ബാങ്കിൽ മാത്രം ഒതുക്കരുത്. അവിടെയാണ് എൻ്റെ വാദം. ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ച് ചോദ്യചിഹ്നം. നേരത്തെ പറഞ്ഞ പോലെ ഞാനിട്ട പണം എന്നെനിക്ക് തരുമെന്ന് പറയാൻ രാജേഷിനും പറ്റില്ല, നരേന്ദ്രമോദിക്കും പറ്റാത്തൊരവസ്ഥയാണ്. അത് കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ അത് സഹകരണ ബാങ്കിലിട്ടാലും നാഷണലൈസ്ഡ് ബാങ്കിലിട്ടാലും വേറെ ഏത് ബാങ്കിലിട്ടാലും ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പണം എനിക്ക് തിരിച്ചു തരുമെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പില്ലാത്തിടത്തോളം കാലം ഇത് തന്നെയാണ് ബി ജെ പി പറഞ്ഞത്. ബി ജെ പി പറഞ്ഞെന്താ, കള്ളപ്പണം പിടിക്കാനാണ് ഞങ്ങളിത് ചെയ്തത്. 120 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കള്ളപ്പണം കൈകാര്യം ചെയ്യല്ലേ. ഈ 120 കോടി ജനങ്ങളെയും തെരുവിലിറക്കി അവർക്കെന്ന് പണം കിട്ടും എന്ന് അവരെ പണം അടിച്ചിട്ട് പോലുമില്ല ബി ജെ പി. 50 അല്ല 500 ഒന്നും കഴിഞ്ഞാൽ അടിക്കില്ല. പണം അടിക്കാനുള്ള പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. അതിനർത്ഥം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ ഇന്ത്യൻ ജനതയുടെ പണം പിടിച്ചു വച്ചിരിക്കുന്നു. അവർക്ക് പണം കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് ഈ ശരി, ഞാൻ ഇടപെടുകയാണ്. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ BB രാജേഷ്, ശ്രീ MB ജയരാജൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ.